നിയമസഭയിൽ നിന്ന് VS അനു ഉണ്ട്. അനു, കുട്ടികളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ കുറച്ചു മുൻപ് സഹിൻ ആന്റണി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൊച്ചിയിൽ ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഒന്ന് വിടുകയാണ്. ഒരു പേടിയോ ഭയമോ ഒന്നുമില്ല, എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. ആ ഒരു രീതിയിലേക്കൊക്കെ ആയിരിക്കുകയാണ് നമ്മുടെ ഈ വരുന്ന സമൂഹം. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെ ഉറച്ചല്ലേ പ്രതിപക്ഷം? സഭ ആരംഭിച്ചോ? എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, 9 മണിക്ക് ചോദ്യോത്തര വേളയോട് കൂടിയാണ് സംസ്ഥാന നിയമസഭ ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമസഭയുടെ മുമ്പിലാണ്. ഇന്ന് നിയമസഭയിൽ ഏറ്റവും പ്രധാനമായും ഈ നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ തന്നെ തലശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസ് ശൂന്യവേളയുടെ, അതായത് 10 മണിക്ക് ശൂന്യവേളയുടെ തുടക്കത്തിലാകും പരിഗണിക്കുക. ഏതായാലും സഭയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നിയമസഭയിൽ 2 പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറയേണ്ടതാണ്. സ്വകാര്യ സർവകലാശാല ബില്ലും അതുകൂടാതെ തന്നെ സർവകലാശാല ഭേദഗതി ബില്ലും, ഇങ്ങനെ 2 ബില്ലുകൾ വരുന്നുണ്ട്. ഈ സർവകലാശാല ഭേദഗതി ബില്ലിൽ ഇത്തവണ പ്രോസ് ചാൻസലറായിട്ടുള്ള മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ബില്ലാണ് വരുന്നത്. അത് വലിയ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്വകാര്യ സർവകലാശാല ബിൽ, ഈ ബില്ലിൽ നേരത്തെ തന്നെ CPI RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എതിർപ്പ് അറിയിച്ചതാണ്. ഈ പ്രത്യേകിച്ച് സാമൂഹ്യനീതി, അതായത് സംവരണം, ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ബില്ലിൽ കൃത്യമായ വ്യവസ്ഥ വേണം എന്നുള്ളതാണ് CPIയുടെയും RJDയുടെയും ഒക്കെ ആവശ്യം. ഈ ബില്ലിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സഭയ്ക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. സഭയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ പ്രക്ഷുബ്ധമായ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സഭയ്ക്ക് പുറത്ത് ഇന്ന് ആശാവർക്കർമാരുടെ മാർച്ചുണ്ട്. നമുക്കറിയാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ തിരുവനന്തപുരം നിയമസഭാ സമ്മേളനത്തിന്, ബജറ്റ് സമ്മേളനത്തിന് ഇന്നിപ്പോൾ തുടക്കമാവുകയാണ്. ഒരുപാട് വിഷയങ്ങൾ സഭയിലേക്ക് എത്തുന്നുണ്ട്. സഭ തുടങ്ങുന്ന മുറയ്ക്ക് വിഷയങ്ങളിലേക്ക് വീണ്ടും എത്താം.